അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ സ്റ്റേയിലേക്ക് വിട്ടു. അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴിയെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റിസോർട്ട് ചിലപ്പോൾ നിങ്ങൾ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞങ്ങളും അങ്ങനെ കണ്ട് കുറേ കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെയുള്ള ഒരു ഫസ്റ്റ് വ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ആണ് കേട്ടോ. അതിൻ്റെ താഴെ കാണുന്ന ഈ ബബിള് പോലെയുള്ളതാണ് നമ്മളെ റൂംസ്. ഇവരിതിനെ ഗ്ലാംസ് എന്നാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് നേരെ ഞങ്ങളെ ഗ്ലാമ്പിലേക്ക് പോയി. ഇതിലെ ബിലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാമ്പാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇതിലെ ഓരോ റൂംസും അവർ ഓരോ തീമിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നേച്ചർ, സെലസ്റ്റിയൽ, മൊറോക്കൻ എന്നെല്ലാം പറഞ്ഞ് പല തീമുകളും ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ബിലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാമ്പായിരുന്നു. ഒരു 3-4 വർഷം മുന്നേ ഞാനും ഇക്കയും ഈ റിസോർട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവിടെ ഒരു ദിവസം വരണമെന്ന് ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഈ ഒരു യാത്ര ഇവിടെ എത്തി നിൽക്കുമെന്ന് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഈ ഒരു ട്രിപ്പിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഈ സ്റ്റേക്കേഷൻ ഇക്ക എനിക്ക് തന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെയാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റിലായി ഫ്രഷായി വന്നപ്പോഴത്തേക്കും രാത്രിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബേബീൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ടെമ്പറേച്ചർ ഏകദേശം 16 ഡിഗ്രി ആയിരുന്നു. രാത്രിയിൽ ആ വ്യൂവും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും എല്ലാം ആയിട്ട് ബേബിയുടെ കൈയും പിടിച്ച് ഞങ്ങൾ ആ റിസോർട്ടിലൂടെയൊക്കെ ഒന്ന് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയറിൻ്റെ ഒരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബേബിനെ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഗ്ലാമ്പിലേക്ക് തന്നെ പോയി. ഇത് നമ്മൾ റൂമിൽ തന്നെ വരുന്ന ഒരു പ്രൈവറ്റ് ജാക്കൂസിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക അതിൽ വെള്ളം നിറക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ഹാമോക്കിൽ ജസ്റ്റ് ഇങ്ങനെ കിടക്കായിരുന്നു. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ പേടിയായിരുന്നെങ്കിലും അവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വാട്ടർഫോളിൻ്റെ സൗണ്ട് എല്ലാം കേട്ട് കുറച്ച് നേരം അവിടെ ഒറ്റയ്ക്ക് കിടന്നപ്പോൾ ഇക്കയും ബേബിയും കൂടി അവരുടെ മീ ടൈം എൻജോയ് ചെയ്യായിരുന്നു. ഞങ്ങൾ ജാക്കൂസിയിലെല്ലാം ഇറങ്ങാൻ റെഡിയായി നിന്നപ്പോഴാണ് അവിടെ ചെറുതായിട്ട് മഴ പെയ്തത് കേട്ടോ. മഴ പെയ്തതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒന്നും കൂടി ഡൗൺ ആയി. ഏകദേശം 13 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിനെ കുറേ ടൈമൊന്നും അതിലിരുത്താൻ പറ്റിയില്ല. അതിലുള്ളത് ഹോട്ട് വാട്ടർ ആയിരുന്നെങ്കിലും പുറത്തെ ടെമ്പറേച്ചർ കാരണം ഓള് നന്നായി ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എല്ലാം അതിൽ കളിപ്പിച്ച് ഞാൻ പെട്ടെന്ന് ഓളെ പുറത്തേക്ക് എടുത്തു. ഡിന്നറെല്ലാം നമ്മൾ റിസോർട്ടിൽ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേബിക്ക് ഫുഡെല്ലാം കൊടുത്ത് അവളെ കിടത്തി ഉറക്കി ഞങ്ങളും കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് വേക്ക് അപ്പ് ടു എ ബ്യൂട്ടിഫുൾ മോർണിംഗ് ടുമോറോ. ബൈ.